കഴിഞ്ഞ ദിവസം നാം 2 ക്ലാസ്സുകളിലായി പഠിച്ചത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആമുഖ അധ്യായമായിരിക്കുന്ന 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെയാണ് നാം പഠിപ്പാനായിട്ട് ചിന്തിച്ചത്. ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 1-ാം അധ്യായം 6, 7 വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിച്ചിട്ട് തുടർന്നുള്ള സമയത്തിൻ്റെ ലഭ്യതയനുസരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് നാം വളരെ കാര്യമായി ചിന്തിച്ചത് ദൈവിക തൃത്വത്തെക്കുറിച്ചായിരുന്നു നാം അതിൽ ചിന്തിപ്പാനായിട്ടിടയായിട്ടുള്ളത്. അതിലെ ആ ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തിയതിൽ യോഹന്നാൻ ദൈവത്തെ കണ്ടു എന്നുള്ളതിൻ്റെ സാക്ഷിയായി അവൻ കണ്ടതായ അവൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിച്ചായ ദൈവത്തിനായിരിക്കുന്ന ക്രിസ്തുവിനെ ദൈവിക ആളത്തോടുള്ള ബന്ധത്തിൽ ഒന്നുകൂടി എടുത്ത് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ 1-ാം അധ്യായത്തിൻ്റെ ഈ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും വാക്യങ്ങളും എടുത്ത് പഠിപ്പിച്ചാൽ ഇത് പഠിപ്പിച്ച് അതിൻ്റെ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിരവധി ക്ലാസ്സുകൾ ആവശ്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ ഇത്രയും 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ നാം ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിച്ചാൽ അതിനകത്ത് കർത്താവിൻ്റെ 3 പ്രത്യക്ഷതകളെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിലാകുന്നു. അപ്പോൾ സമയം അടുത്തിരിക്കുന്നു അത് പറഞ്ഞാണ് വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തിരിക്കുന്ന ദൈവിക പ്രവൃത്തികളിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന സംഭവം കർത്താവിൻ്റെ മധ്യാകാശ വരവാണ്. അതുകൊണ്ടാണ് ഇവിടെ 22-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. എന്നിട്ട് 17-ാം വാക്യം വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുമ്പോൾ ആത്മാവും മണവാട്ടിയും പറയുന്നത് വരിക എന്നുള്ളത് സമയമടുത്തിരിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയുള്ള ബന്ധത്തിലാണ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് വായിച്ച് കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നവനും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് സമയമടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കുന്നു, അത് കേൾക്കുന്നു, അത് പ്രമാണിച്ച് കാത്തിരിക്കുന്നവരെ അല്ലെങ്കിൽ അത് പ്രമാണിച്ച് നിൽക്കുന്നവരെ ചേർക്കുവാൻ യേശു വരുവാൻ പോകുന്നതിന് സമയം എടുത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ദൈവസഭയുള്ള ബന്ധത്തിൽ അടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ സംഭവഗതികളെ പഠിച്ചിട്ട് മനുഷ്യൻ പലപ്പോഴും കാത്തിരിക്കുന്നത് ഭൗമികമായിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമാണ് മനുഷ്യൻ വളരെയധികം, പ്രത്യേകിച്ച് ആത്മീയ ലോകം പോലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്രായേലിന് സംഭവിക്കുന്നത്, എന്താണ് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊക്കെയുള്ള വീക്ഷണത്തിലാണ് പലരുമായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, പുതിയ നിയമത്തിൻ്റെ യഥാർത്ഥമായ സത്യത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഓടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊന്നുമല്ല പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് പറയുന്ന സംഭവമല്ല. അത് കർത്താവിൻ്റെ 1-ാമത്തെ അവരുടെ സഭ സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ അവർ കാത്തിരിക്കുന്ന 1-ാം നൂറ്റാണ്ട് മുതലുള്ള സഭ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു എന്നുള്ളത് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ ഇങ്ങനെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രശ്നമൊക്കെ വന്നതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. അപ്പോൾ ദൈവസഭ സ്ഥാപിതമായ അന്ന് മുതൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു ഓരോ നൂറ്റാണ്ടിലുമുള്ള ദൈവസഭ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം 2000 വർഷം മുമ്പുള്ള 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സമയം അടുത്തിരിക്കും. അന്നത്തെ ആൾക്കാർക്കും ഈ പ്രവചനം വായിക്കുമ്പോൾ സമയം അടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ ഞാൻ പറഞ്ഞ അന്നേരം വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ ദാസന്മാരെ അതിനുവേണ്ടി കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, അതിനുവേണ്ടി അവർ കാത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1-ാം അധ്യായം 7-ാം വാക്യത്തില്ല. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന കൊരിന്ത്യയിലെ സഭ കർത്താവിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു.
അപ്പോൾ അന്ന് മാത്രമല്ല, ഏതെല്ലാം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവോ അവരെല്ലാവരും ഈ വചനം കേട്ട് പ്രമാണിച്ച് നിൽക്കുന്നവർക്കൊക്കെയും പ്രത്യാശ ഉണ്ടായിരുന്നത് സമയമെടുക്കുന്നു, കർത്താവ് വരുമെന്നുള്ളത്. അപ്പോൾ സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കർത്താവിൻ്റെ ഇനി സംഭവിക്കാനുള്ള ദൈവിക പദ്ധതികളിലെ ഏറ്റവും പ്രാധാന്യമുള്ള പരമോന്നതമായ സംഭവം സമയമെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശവരമാണ്. അതേക്കുറിച്ചാണ് മധ്യാകാശവരനെക്കുറിച്ചാണ് പ്രാരംഭ അധ്യായത്തിൻ്റെ പ്രാരംഭ പാരഗ്രാഫിൽ ഇത് എഴുതിയ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ആമുഖ ലേഖനം എഴുതിയ ആമുഖ അധ്യായം എഴുതിയപ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് ഇരിക്കുന്നതിനും ഇരുന്നതിനും വരുന്നവനുമായിട്ടുള്ള നിത്യനായിരിക്കുന്ന പിതാവാം ദൈവത്തെക്കുറിച്ചും അതിൻ്റെ 7 ആത്മാക്കളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ചും വിശുദ്ധ സാക്ഷി മരിച്ചുള്ള ആദ്യജാതനും പുരാജാക്കദ്വീതി എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവേശുവിനെ കുറിച്ചും ദൈവിക തൃത്വത്തിൻ്റെ ആളത്വത്തെയും സമത്വത്തെയും കുറിച്ചും നമ്മൾ കഴിഞ്ഞ ചിന്തിപ്പാട്ടടിയാത്ത ഞാൻ അതിലേക്കുറിച്ച് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബാക്കിയുള്ളവർ ഇതുവരെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും പുതിയതായിട്ട് പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള യൂട്യൂബിലെ മെസ്സേജുകൾ കേൾക്കാമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അതിൻ്റെ ഈ 6 മുതലുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള സംഭവമാണ് രേഖപ്പെടുത്തി. ഒന്നാമത്തെ വരവ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിച്ച പിതാവാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം. സാക്ഷാൽ സ്നേഹം എന്നുള്ള ദൈവസ്നേഹമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നത് സ്നേഹം എന്ന് പറയുമ്പോൾ അത് വാക്കുകൊണ്ടുള്ള സ്നേഹമല്ല, അത് കാപട്യമാണ്. അനേകര് വാക്കുകൊണ്ട് ഒരുപാട് സ്നേഹം കാണിക്കും, പക്ഷേ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമാകുമ്പോൾ അതല്ല യഥാർത്ഥമായ സ്നേഹം. യഥാർത്ഥമായ സ്നേഹം എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള സ്നേഹമാണ്. ഉത്തരവാദിത്തമുണ്ട്. അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യനെ സൃഷ്ടിതാവാം ദൈവം തന്നെ അവൻ്റെ വീഴ്ചയ്ക്കും അവൻ്റെ ഉദ്ധാരണത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നീ എൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയാകണമെന്ന് 119 സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിന്മയായി ഭവിച്ചത് മാനവവംശത്തിന് തിന്മയായി ഭവിച്ചത് അത് നന്മയാക്കി മാറ്റുവാൻ വേണ്ടി പിതാവാം ദൈവം തൻ്റെ പുത്രനെ തൻ്റെ സാക്ഷാൽ സ്നേഹത്താൽ ഈ ലോകത്തിലേക്ക് അയച്ച് ഇവിടെ വെറുതെ വന്ന് പോവുകയല്ല ചെയ്ത്. യേശു വന്ന് നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യേശു കർത്താവ് ലോകത്തിൽ വന്ന് ഇബ്രാഹിം ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തു യേശു ലോകത്തിൽ വന്ന് ലോകാവസാനത്തിൽ പ്രത്യക്ഷമായി താൻ ഏകയാഗം കഴിച്ചിട്ട് പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി ലോകത്തിൽ വന്നു. അതാണ് ഇവിടെ നമ്മുടെ പാപം പോക്കി. അതുവരെയും പാപങ്ങൾക്ക് നീക്കുപോക്കില്ലായിരുന്നു. ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീക്കുപോക്കില്ലാത്ത പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല. അപ്പോൾ പരീക്ഷയോടൊപ്പം നീക്കുപോക്ക് നൽകുന്നത് സാത്താൻ്റെ പരീക്ഷയിൽ പെട്ടുപോയ ആ മാനവവംശം അവൻ പാപത്തെ അടിമപ്പെട്ടുപോയി. പരിഹാരം നൽകുവാൻ ആർക്കും കഴിയാതിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പാപപരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ലോകത്തിൽ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചവന് സകലവും പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് നാം അത് വിശ്വസിക്കണം. പാപങ്ങളെ പരിഹരിക്കുവാൻ ആടുകളുടെയും കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ട് സാധിക്കാതിരുന്നു. പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾക്കോ യാതൊരുവിധമായ ചിന്താഗതികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാർക്കോ മറ്റുള്ളവർക്കോ ആർക്കും തന്നെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോൾ അതിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്ന് പാപപരിഹാരമായി യാഗം കഴിച്ചിട്ട് അവൻ്റെ രക്തമുഖാന്തരം ജീവന് വേണ്ടി മറുവിലയായി സ്വന്തം പുത്രൻ്റെ ജീവൻ താൻ നൽകി നമ്മെ വിടുവിച്ച ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവനും. ഇതേക്കുറിച്ച് നമുക്കറിയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ വിശദമായി ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ബൈബിളിലെ ഗോൾഡൻ വാക്യം എന്ന അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് സാക്ഷാൽ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി
നമ്മെ ആരാക്കി തീർത്തു, നമ്മെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. 5-ാം അധ്യായം 10-ാം വാക്യത്തിലും ഇതേ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായം 10-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടും. ഈ പുതിയ പാട്ട് പാടുന്ന പുതിയ നിയമത്തിൻ്റെ ദൈവസഭ ഇപ്പോഴും രാജാക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ അവർ രാജകീയ പുരോഹിത വർഗമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരമായി ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദൈവസഭയും സ്ഥാപിതമായത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. ദൈവരാജ്യവും ദൈവസഭയും ഒന്നല്ല, എന്നാൽ ദൈവരാജ്യത്തിലുള്ളതാണ് ദൈവസഭ. ദൈവരാജ്യത്തിലുള്ളതാണ് ദൈവസഭ. എന്നാൽ ദൈവസഭയിൽ ഉള്ളവരെല്ലാവരും ദൈവരാജ്യത്തിലുള്ളവരാണ്. എന്നാൽ ദൈവരാജ്യത്തിലുള്ളവരെല്ലാവരും ദൈവസഭയിലുള്ളവരല്ല, പുതിയ നിയമസഭയിലുള്ളവരല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവരാജ്യവും ദൈവസഭയും നമ്മൾ വ്യത്യാസം. ദൈവരാജ്യം ഉളവാക്കപ്പെട്ടത് ക്രിസ്തുയേശുവിനാലാണ്. അവൻ്റെ രക്തത്താലാണ് ദൈവരാജ്യം ഉളവാക്കപ്പെട്ടത്. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് ദൈവസഭ. ദൈവരാജ്യം ക്രിസ്തുയേശുവിൻ്റെ രക്തത്താലല്ലാതെ ദൈവസഭയില്ല. അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്, രക്തം കൊണ്ട്, ചോര കൊണ്ടാണ് സഭയെ സമ്പാദിച്ചിരിക്കുന്നത്. സഭയിൽ ഉള്ള എല്ലാവരും ദൈവരാജ്യത്തിലുള്ളവരാണ്. എന്നാൽ ദൈവരാജ്യത്തിലുള്ളവരെല്ലാവരും ദൈവസഭയിലുള്ളവരല്ല. പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാർ, അബ്രഹാം ഉൾപ്പെടെയുള്ളവരൊക്കെ ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ചവരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാരെ വിടുവിക്കാൻ വേണ്ടി പാതാളത്തിൻ്റെ മീതെയുള്ള പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നവരെ ഉദ്ധരിച്ചപ്പോൾ അവർ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ചെയ്തത്. അവർ ദൈവസഭയുടെ ഭാഗമായി തീർന്നില്ല. അപ്പോൾ പഴയ നിമിഷത്തന്മാർ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്നും രക്ഷിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ദൈവരാജ്യം എന്നുള്ളത് ലോകാവസാനത്തിൻ്റെ നാൾ വരെയും ഈ ദൈവരാജ്യം എന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ദൈവരാജ്യം സ്വർഗരാജ്യം ദൈവസഭ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇന്ന് പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു വിഷയം എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സംശയങ്ങൾ വരും. പിന്നെ ആ സംശയങ്ങളെല്ലാം തീർക്കാൻ പോയാൽ നമുക്ക് വെളിപ്പാട് പഠിക്കാം. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും പുസ്തകങ്ങളൊക്കെ വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അത് പഠിച്ചോണമെന്ന് ഞാൻ ഓർപ്പിക്കുക. അപ്പോൾ രാജ്യവും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ദൈവരാജ്യത്തിന് അംഗങ്ങളാക്കി, പുരോഹിതന്മാരാക്കി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിർവഹിക്കുന്നത് രാജകീയ പുരോഹിത വർഗമാണ്. നമ്മെ ക്രിസ്തുയേശുവിൻ്റെ രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പത്രോസോട് പറഞ്ഞിരിക്കുന്നത്, ഒരു ജാതിയും രാജ്യവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. 1 പത്രോസ് അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് മിക്കവാറും ഈ വചനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ അത് ഏത് ഭാഗത്തോട് ബന്ധപ്പെട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളത് ചിന്തിച്ച് എടുക്കാൻ വേണ്ടി ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോൾ അവിടെ 1 പത്രോസിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 10 വരെയുള്ള 2-ാം അധ്യായം 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 10. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ ഞങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന് ജനം, കാരണം ലഭിക്കാത്തവർ ഇപ്പോഴോ കാരണം ലഭിച്ചതെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മളെ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാക്കി മാറ്റി, രാജകീയ പുരോഹിത വർഗമാക്കി. ഇപ്പോൾ നമ്മളെ ദൈവരാജ്യത്തിൽ നാം രാജകീയ പുരോഹിതന്മാരാകുന്നു, നാം രാജകീയ പുരോഹിത വർഗമാകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അങ്ങനെയാണോ എന്നുള്ളതിൻ്റെ ഒരു തെളിവിനായിട്ട് റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവൻ എന്താണ് ഈ സൽഗുണം ഘോഷിച്ചത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പോൾ ഈ പുരോഹിതൻ എന്ന് പറയുമ്പോൾ സുവിശേഷം, അതുകൊണ്ട് അത്ഭുതങ്ങളെ നിങ്ങളെ വിളിച്ചവൻ്റെ അത്ഭുതങ്ങളെ, നിങ്ങളോ അന്ധകാലത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം സൽഗുണങ്ങളെ ഘോഷിക്കുന്ന പുരോഹിതനായിട്ട് സൂക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം സുവിശേഷമാണ്. സൽഗുണങ്ങളെ ഘോഷിക്കുന്ന
സുവിശേഷത്തെ ഘോഷിക്കുന്നവരെല്ലാം പുരോഹിത വർഗത്തിൽപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. അതുപോലെ തന്നെ നാം സ്തോത്ര യാഗം ഇടവിടാതെ അർപ്പിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നിൽക്കുന്ന പുരോഹിത വർഗമാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ ശുശ്രൂഷ നമുക്കറിയാം. പഴയ നിയമത്തിൻ്റെ പുരോഹിത ശുശ്രൂഷയും പുതിയ നിയമത്തിൻ്റെ പുരോഹിത ശുശ്രൂഷ നമ്മൾ വ്യത്യാസം നമുക്കറിയാം. നമ്മൾ അത്ഭുത വെളിച്ചമാണ്. നമ്മളിവിടെ വിളക്ക് കത്തിക്കുന്നില്ല. പഴയ നിയമത്തിൽ വിളക്ക് കത്തിക്കണമായിരുന്നു, അത് പ്രകാശിപ്പിക്കാൻ. പക്ഷേ ദൈവം നമ്മളെ വെളിച്ചമുള്ളവരാക്കി മാറ്റി. നാം നമ്മുടെ യാഗത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠത്തെങ്കിൽ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്ന പുരോഹിതവർഗമാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാം അറിയിക്കുന്ന സന്ദേശം അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ളത്. അത് അറിയിക്കുന്നത് സുവിശേഷ ഘോഷണം പുരോഹിതനായി ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നമ്മെ പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി തീർത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ടാലും ഇവിടെ അതേ ആ രീതി ചെയ്യുന്ന, അത് പറഞ്ഞാൽ സുവിശേഷം ഘോഷിക്കുന്നവരും പുരോഹിതരായിട്ടുള്ളവരും ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നവരുമായിട്ടുള്ളവർ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിച്ച 16-ാം വാക്യത്തിൽ നിന്ന് അത് 10-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവസഭ എടുക്കപ്പെട്ട ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട് സ്വർഗ്ഗാസുഖത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി ദൈവരാജ്യവും ദൈവത്തിൻ്റെ പുരോഹിതവർക്കൂടെ തീരുന്നില്ല, അതിൻ്റെ നിലനിൽപ്പുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാനാണ് 5-ാം അധ്യായം നമ്മൾ വായിക്കും. ഇനി 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കുവാൻ സാധിക്കും. ഞാനത് വായിക്കുന്നത് അതിനോട് ബന്ധത്തിലാണ്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടും. അപ്പോൾ അവർ അന്ന് പാടും. ദൈവസഭ എടുക്കപ്പെട്ടാലും ഇത് നിറവേറപ്പെട്ടുകൊണ്ടേയിരിക്കും, ഇത് നടന്നുകൊണ്ടേയിരിക്കും. ആരും ചിന്തിക്കരുത് കർത്താവിൻ്റെ മധ്യാകാശവരവിന് ശേഷമായിട്ട് ദൈവരാജ്യമില്ല, ദൈവസഭയില്ല എന്ന് ചിന്തിക്കരുത്. അതുണ്ട് എന്നുള്ളതാണ് 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പോൾ ഇവിടെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നാം ദൈവം ചിന്തിച്ചപ്പോൾ നമ്മെ ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവസഭയുള്ള ബന്ധത്തിൽ നാം ദൈവരാജ്യത്തിലും ദൈവത്തിന് ആത്മീയയാഗം കഴിക്കത്തക്കവണ്ണമുള്ള പുരോഹിത വർഗമായി ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ പുരോഹിതന്മാരായി പ്രാർത്ഥനയിലും അഭയയാചനയിലും അതുപോലെ തന്നെ സ്തോത്രയാഗം അർപ്പിക്കുന്നതിനും ഒക്കെ എന്തൊക്കെയാണോ ദൈവസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ അത് നിർവഹിച്ചുകൊണ്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആൺ പെൺ വ്യത്യാസമില്ല, അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. സ്ത്രീയെന്നോ പുരുഷനോ എന്ന വ്യത്യാസമില്ലാതെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാണ് രാജകീയ പുരോഹിതവർക്ക്. അതുകൊണ്ടാണ് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിതവർഗമാക്കി നമ്മെ മാറ്റിയെന്ന് പറയുക. അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവസഭയുള്ള എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിൽപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ദൈവത്തിന് പുരോഹിതന്മാരായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് രാത്രിയിൽ നാം വിടുതൽ പ്രാപിച്ചവരാണ്. നാം വിടുതൽ പ്രാപിച്ചു, നമുക്ക് വിടുതൽ ലഭിച്ചു. ഏറ്റവും വലിയ വിടുതൽ രോഗസൗഖ്യമല്ല, ഏറ്റവും വലിയ വിടുതൽ സാമ്പത്തിക വിഷയം പരിഹരിക്കപ്പെട്ടതല്ല, ഏറ്റവും വലിയ വിടുതൽ മക്കൾക്ക് ജോലി കിട്ടിയതല്ല. അതൊക്കെ നമുക്ക് വിടുതലാണ്. അത് ഭൗമിക ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമുക്കത് വിടുതൽ പ്രാപിക്കുമ്പോൾ സന്തോഷിക്കും. എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിടുവിച്ച് നമ്മെ അവൻ്റെ രാജ്യമാക്കി, അവൻ്റെ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ സ്നേഹസ്വരൂപനായിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്ത് നമ്മളെ ആക്കി. നാം ആരായിരുന്നു? ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ സാത്താൻ്റെ അധീനത്തിൽപ്പെട്ടവരായിരുന്നു, അവൻ്റെ അടിമത്തത്തിലായിരുന്നു. അതിൽ ആയിരുന്ന നമ്മെ നുകത്തിൻ്റെ വലിയ ഭാരം ഒടിച്ചു കളഞ്ഞ് നമ്മെ സ്വതന്ത്രമാക്കി, നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാ. നമുക്ക് സമയകാല ഭേദമില്ല, നമുക്ക് പ്രത്യേകിച്ച് സമയമേഖല സ്തോത്രം ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു കർമ്മം ചെയ്യാൻ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏത് സമയത്തും പാതിരാത്രിക്കോ ഏത് സമയത്തും വേണമെങ്കിലും ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അതിന് നമ്മൾ ഒരു സമയം നോക്കേണ്ട. പഴയ നിയമത്തിന് സമയം നോക്കിക്കഴിഞ്ഞാൽ ശബത്ത് അവർക്ക് ഓരോരോ സമയങ്ങൾക്കനുസരിച്ചുള്ള ഉത്സവങ്ങളാണ് കൊടുത്തെങ്കിൽ നമുക്ക് നിത്യം ഉത്സവമാണ്. നീതിമാന് നിത്യം ഉത്സവം. അന്നത്തെ പഴയ നിയമത്തിനെല്ലാം ഉത്സവ കാലങ്ങളുണ്ടായിരുന്നു. അവർക്ക് കൊയ്ത്ത് പെരുന്നാളിൻ്റെ കാലമുണ്ടായിരുന്നു, മറ്റു കാലങ്ങളുണ്ടായിരുന്നെങ്കിൽ
നീതിമാൻ നിത്യമുത്സവം എന്ന് പറഞ്ഞതിൻ്റെ സദൃശവാക്യത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മെ നീതീകരിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വേണ്ടി ഞായറാഴ്ച കാത്തിരിക്കേണ്ട, നാം ഒരു കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഏത് സ്ഥലത്തും ദൈവത്തിന് സ്തോത്രമെന്ന യാഗമർപ്പിക്കാം, അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാം. അങ്ങനെ ദൈവം നമ്മളെ വിടിവിച്ചെടുത്തു. പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് ദൈവം നമ്മളെ വിടിവിച്ച് അവൻ്റെ മക്കളാക്കി, അവകാശികളാക്കി, സ്വന്തം ജനമാക്കി, വിശുദ്ധ വംശമാക്കി, ഒരു ജാതിയാക്കി ദൈവം മാറ്റി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയിലുള്ളവർ, ദൈവരാജ്യത്തിലുള്ളവരും, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേക സ്വഭാവ ഗുണമുള്ളവരും, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ളവരും, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഇവിടെ സുവിശേഷം ഘോഷിക്കുന്നവരും, അവനെ ആരാധിക്കുന്നവരും, അവന് വേണ്ടി ജീവിക്കുന്നവരും, സ്നേഹസ്വരൂപൻ്റെ രാജ്യത്തിലായിരിക്കുന്നവരുമായിരിക്കുന്നു എന്നാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാകും. ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതമാക്കി തീർത്തവനുമായാണ് എന്നേക്കും മഹത്വവും ബലവും. ഇതിന് മനുഷ്യനല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. നമ്മളെ രക്ഷിച്ചതിന് മനുഷ്യനെയല്ല നമ്മൾ പറയുന്നത്. അവരൊക്കെ ഒരുപക്ഷെ മുഖാന്തരങ്ങളായിരിക്കാം, ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുഖാന്തരങ്ങളായിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി പലരെയും മുഖാന്തരങ്ങളാക്കി തന്നിട്ട് അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും, അവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നാൽ ഇതിനെല്ലാം കാരണബോധനായിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. ഇതിനെല്ലാം കാരണബോധനായിരിക്കുന്നത് നമ്മെ സൃഷ്ടിക്കുവാൻ വേണ്ടി മണ്ണ് കൈകൊണ്ടെടുത്ത മൂക്കിൽ ജീവശ്വാസമൂതിയവൻ തന്നെ ലോകത്തിൽ മനുഷ്യനായി വന്ന് അവൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഊറ്റി തന്ന, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച പൊടിയാക രക്തത്തിൻ്റെ ഉടമസ്ഥൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമുക്ക് പറയാം, അവന് സകല മഹത്വവും ബലവും ആമേൻ എന്ന് പറയുന്നത്. അതിൻ്റെ തുടർന്നുള്ള 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇതാ. ഇപ്പം ഇത് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ചാണെങ്കിൽ, ഈ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പാപം പോക്കുവാൻ വേണ്ടി യേശു ലോകത്തിൽ വന്നു, അവൻ പാപങ്ങളെ പോക്കി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ അത് 1-ാമത്തെ വരവാണ്. ക്രിസ്തു യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി ലോകത്തിൽ വന്നു, നമ്മെ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തെ രാജ്യവും ദൈവരാജ്യവും ദൈവസഭയെ സ്ഥാപിക്കാൻ വേണ്ടി യേശു ലോകത്തിൽ വന്നു. അത് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ 1-ാമത്തെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മെ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തെ നമ്മെ. അത് പ്രസന്റ് ടെൻസ് നടക്കുന്നത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, വിടുതൽ പ്രാപിച്ചു. കാരണം യേശു ക്രിസ്തു ഒന്നാമത് വന്ന് പാപപരിഹാരയാഗമായി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 7-ാം വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 2 പഴയ നിയമ പ്രവചനങ്ങളെ കോട്ടണക്കി ഒരൊറ്റ പ്രവചനമായി ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 7-ാം അധ്യായത്തിൽ 2 പ്രവചനങ്ങളെയാണ് താൻ ഒന്നിച്ച് കോർത്തിണക്കിയിരിക്കുന്നത്. അപ്പോൾ വിശദമായി ചിന്തിക്കുവാൻ വേണ്ടി, ഇതിനെ മർമ്മമായി മനസ്സിലാക്കാൻ വേണ്ടി നാം അതിൻ്റെ ഓരോ ചുരുളുകളും അഴിച്ചു പോയാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് പുസ്തകം പഠനം ദാനിയേൽ പ്രവചനത്തിലേക്കുള്ള ഒരു പുസ്തകമല്ല. പലരും ചിന്തിക്കുന്ന പോലെ ദാനിയേൽ പ്രവചനമായിട്ടുള്ള കമ്പാരിസൺ സ്റ്റഡി അല്ല വെളിപ്പാട് പുസ്തക പഠനം. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിലെ വചനമല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യവും, ആവർത്തന പുസ്തകവും ഒരു പ്രവചനവും, അതുപോലെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആവർത്തന പുസ്തകത്തിന് 33-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ ഒരു പാട്ട് പഠിപ്പിച്ചു. ആ പാട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായവും സെക്കൻഡ് പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗവും, ആവർത്തന പുസ്തകം 33-ന്റെ 26-ഉം, അതുപോലെ തന്നെ സെക്കൻഡ് പ്രവചനം 12-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെയുമാണ് ഇവിടെ ഈ 2 പ്രവാചകന്മാർ, ന്യായപ്രമാണത്തിൻ്റെ ആദ്യ പ്രവാചകനായിരിക്കുന്ന മോശ അവരെ പഠിപ്പിച്ച പാട്ടാണ് അതിൻ്റെ ഒരു ഭാഗം. അത് 33-ാം അധ്യായം 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തരമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാം വാക്യം.
ഇത് ഒരു ഭാഗം, അവൻ മേഘാരൂഢനായി വരുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകം 33-ാം 26-ാം വാക്യത്തിൽ. അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആണ് പ്രസ്താവിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഞാനിവിടെ പറയാൻ കാരണം, ഇന്ന് പലപ്പോഴും പലരും പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പലരും കാണിക്കുന്നൊരു മിസ്റ്റേക്കുണ്ട്. എന്താണ് കർത്താവ് രണ്ടാമത്തെ വരവെന്നോ ഒന്നും അറിയാതെ പലപ്പോഴും പലരും പറയാറുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഇവിടെ ഈ പ്രവചനങ്ങളെ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യക്തത മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ആവർത്തന പുസ്തകം 33-ന്റെ 26-ൽ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗത്തെ ആണ് ഇവിടെ യോഹന്നാൻ അതിൻ്റെ ഒരു ഭാഗമായി എടുത്തിരിക്കുന്നത്. അവൻ മേഘാരൂഢനായി വരുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അപ്പോൾ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാനല്ല അതാദ്യം രേഖപ്പെടുത്തിയത്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ ക്രിസ്തുവിന് 1500 വർഷം മുമ്പ് മോശ ഇത് പ്രവചിച്ചിരുന്നു. അവൻ പറയാണ്, ശൂര ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. മേഘാരൂഢനായി. അപ്പോൾ യേശു ക്രിസ്തു മേഘാരൂഢനായി വരുന്നത് മധ്യാകാശ പ്രത്യക്ഷതയല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പറയും, ഞങ്ങളെ കർത്താവെ യേശു മേഘാരൂഢനായി വരുന്നത് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന് അത് ശരിയായ രീതിയിലുള്ള പഠനം ലഭിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് ഏതാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്താണ്, കർത്താവിൻ്റെ മധ്യാകാശ വരവാണെന്നുള്ളതൊരു ക്ലാരിറ്റി ലഭിക്കാത്തവർക്കാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ ദൈവന പഠനം നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം കർത്താവ് മേഘാരൂഢനായി വരുന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഞാനത് തിരുത്തണമെന്നല്ല പറഞ്ഞത്, പക്ഷെ അത് ഇനി മനസ്സിലാക്കി പോവുക. അപ്പോൾ മേഘാരൂഢനായി വരുന്നത് മോശ പ്രവചിച്ച പ്രവചനമായിരുന്നു എന്നുള്ളതും, അത് കർത്താവ് ഇനി യേശുക്രിസ്തു വരുന്നത് ഇസ്രായേലിൻ്റെ രക്ഷകനായിട്ടാണ് യേശു വരുന്നത്. അതോടൊപ്പം തന്നെ എന്നാൽ രക്ഷകൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ 3 രക്ഷകനെക്കുറിച്ചുള്ള, കർത്താവ് രക്ഷകനായിരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ രക്ഷിതാവായിട്ടാണ് യേശുക്രിസ്തു ഒന്നാമത് വന്നത്. അപ്പോൾ ഒന്നാമത് വന്നത് ലോകത്തിൻ്റെ രക്ഷകനായിട്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായി എടുത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയം വരും. അപ്പോൾ ആ സംശയങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ പ്രയാസമായതുകൊണ്ട് ഞാൻ വിശദീകരണം കൂടാതെ ഞാൻ അത് വേഗത്തിൽ പറഞ്ഞു പോകാം. കാരണം തെളിവും കൂടി തന്നു പോയെങ്കിൽ അതും അങ്ങ് വിശദീകരിക്കാതെ തന്നെ പോകാമല്ലോ. അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നത് ലോകരക്ഷിതാവായിട്ട്, നമുക്കറിയാം ലോകരക്ഷിതാവ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ. അപ്പം ലോകത്തിൻ്റെ രക്ഷിതാവായിട്ടാണ് യേശു ക്രിസ്തു ഒന്നാമത് വന്നത്. അതാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് പറയുന്നത്. എന്നാൽ ഇനി കർത്താവ് വരുന്നത്, മധ്യാകാശത്ത് വരുന്നത്, അവൻ തൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ രക്ഷയ്ക്കായി വീണ്ടും വരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-20 വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. പറഞ്ഞല്ലോ, ഇവിടെ രക്ഷിതാവായി വരും എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയിൽ തെളിവ് പ്രാപിക്കുന്നവരുടെ ബന്ധത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തു രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അവൻ രക്ഷകനായി വന്നു ഒന്നാമത്തെ വരവിലെ. ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോണമേ. നാളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചോണം. ഞാൻ എൻ്റെ വചന തെളിവും കൊണ്ട് തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒന്നാമത് വന്ന് ലോകരക്ഷിതാവ്, അതെല്ലാവർക്കും അറിയാം. യേശു ലോകരക്ഷിതാവാണ്. സുവിശേഷത്തിൽ ഘോഷിക്കപ്പെടുന്ന ക്രിസ്തു അവൻ ലോകരക്ഷിതാവായിട്ട് വന്നു എന്നത് വെളിപ്പെടുത്തുന്നു. എന്നാൽ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവസഭയുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവിലാണ്. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 3-21 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. നമ്മൾ ആരാണ്? ദൈവസഭ, തെളിവ് പ്രാപിക്കുന്ന. അതിന് മുകളിലോട്ട് വായിക്കുമ്പോൾ പരമുള്ളിലാക്കിലേക്ക് അത് തെളിവ് പ്രാപിക്കുന്ന ദൈവസഭയെക്കുറിച്ച്, ആദിജാതന്മാരുടെ സഭയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെക്കുറിച്ച് അവർ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. ഈ രക്ഷിതാവായിട്ട് വരുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല വരുന്നത്. കർത്താവ് മധ്യാകാശത്ത് വരുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല വരുന്നത്. അവൻ വന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ രണ്ടാമത് കർത്താവ് വരുന്നത്, കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്, ഞാൻ പറഞ്ഞത് മധ്യാകാശത്തിൽ രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഒന്നാമത് കർത്താവ് വന്ന് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി വന്നു. രണ്ടാമതായി നാം കാത്തിരിക്കുന്നത്, ദൈവസഭ പരിശുദ്ധാത്മാവിൽ കാത്തിരിക്കുന്നത്, യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മളെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി യേശു നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വരുമെന്നാണ് നാം കാത്തിരിക്കുന്നത്.
അതാണ് കർത്താവിൻ്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിലുള്ള ക്രിസ്തു രക്ഷിതാവെന്ന് പറയും. അപ്പോൾ യേശു ക്രിസ്തു എനിക്ക് രക്ഷകനായിരുന്നു, എൻ്റെ ഒന്നാമത്തെ വരവ് എനിക്ക് പ്രയോജനപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു യേശു മുഖാന്തരമായി ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് കൂടി, അതപ്പം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവൻ്റെയും എല്ലാം വീണ്ടെടുപ്പ്, നമ്മുടെ പ്രാണനെയും ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും വിടിവിക്കാൻ ദൈവം ശക്തനാണ്. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ ആത്മാവും പ്രാണനും അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വെളിപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ മർത്യശരീരത്തെ മാറ്റിയിട്ട് അവൻ്റെ ശരീരത്തോട് സദൃശ്യപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു വരുന്ന വരവിനെയാണ് മധ്യാകാശ വരവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മധ്യാകാശ വരവും വേണ്ടി വന്നിരുന്നത്, അപ്പോൾ ലോകരക്ഷിതാവായിട്ട് വന്നു, ലോകത്തിൻ്റെ രക്ഷകനായിട്ട് യേശു വന്നു. ഇനി കർത്താവ് വരുന്നത്, മധ്യാകാശത്ത് വരുന്നത് സഭയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, രഹസ്യമായിട്ടാണ് വരുന്നത്. അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി, അവരെ അവൻ്റെ ശരീരത്തോടുള്ള അനുരൂപമാക്കി മാറ്റാൻ വേണ്ടി വരുന്നു. ആ ഒരു വലിയ ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരെല്ലാം നമ്മുടെ ശരീരത്തെ നോക്കി പറയണം, ഈ ശരീരം രോഗമുണ്ട്, ഭാരമുണ്ട്, വിഷയമുണ്ട്, ഇതെല്ലാമുണ്ട്, എങ്കിലും ഇന്ന് യേശു വരികയാണെങ്കിൽ ഈ മർത്യമായ ശരീരം മാറ്റപ്പെടും, തേജസ്സുള്ളതാക്കി മാറ്റപ്പെടും. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇന്നൊരു പക്ഷേ നീ രോഗം അനുഭവിക്കുന്ന ശരീരത്തിലായിരിക്കാം, വേദന അനുഭവിക്കുന്ന ശരീരത്തിലായിരിക്കുന്നത്, ഇന്ന് ഭാരമുള്ള ശരീരത്തിലായിരിക്കാം, അതൊരു പക്ഷേ കുനിഞ്ഞിരിക്കുന്നതായിരിക്കാം, വങ്ങവൈകല്യം കാണും, പ്രയാസങ്ങൾ കാണും, പലതും കാണും. പക്ഷേ മനുഷ്യനൊരു പക്ഷേ ഇഷ്ടപ്പെടാത്തൊരു ശരീരമായിരിക്കാം നിനക്കുള്ളത്, എന്നാൽ എനിക്ക് നിങ്ങൾക്കുള്ളത്. പക്ഷേ ഇന്ന് രാത്രി ദൈവം പറയുക, നമ്മുടെ ഈ ശരീരത്തെ ഈ മർത്യമായ ശരീരത്തെ അമർത്യമാക്കുവാൻ, ഇതിനെ തേജസ്സുള്ള പുത്തൻ്റെ ശരീരത്തോട് രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി യേശു വരുമെന്ന് ഓർക്കുമ്പോൾ നാം സന്തോഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്, കർത്താവ് വരുന്നത് നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും എന്നുള്ള പ്രത്യാശ ഉള്ളവർക്കാണ് സന്തോഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആത്മാവിനെ രക്ഷിച്ച ദൈവം, നമ്മെ വിടിവിച്ച കർത്താവ്, നാം കാത്തിരിക്കുന്നത് അവൻ വരുമ്പോൾ നമ്മെ എന്ത് ചെയ്യും? അവൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോൾ കർത്താവിൻ്റെ ഇനിയുള്ള പ്രത്യക്ഷത, മധ്യാകാശ പ്രത്യക്ഷത സഭയ്ക്ക് വേണ്ടിയല്ല, വരുന്നത് ലോകത്തിന് വേണ്ടിയല്ല, ഇസ്രായേലിന് വേണ്ടിയല്ല. ഇനി കർത്താവ് വരുന്നത് മധ്യാകാശ പ്രതിഷ്ഠ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്, നാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? അത് മേഘാരൂഢനായി വരുന്നതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. എന്നാൽ കർത്താവ് രഹസ്യമായി വരുന്ന വരവ് ആരും അറിയത്തില്ല. അത് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുടെ ശരീരമാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ജീവനോടിരുന്നാലും മരിച്ചാലും അത് ക്രിസ്തുവിനോട് സദൃശമായി രൂപാന്തരപ്പെടും, അത് രക്ഷിതാവ്. അപ്പോൾ മൂന്നാമത് വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ബന്ധത്തിൽ ആവർത്തന പുസ്തകം നമ്മൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പഠിപ്പിച്ച പാട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ എന്ന് പറഞ്ഞാൽ നിന്റെ രക്ഷയ്ക്കായി അവൻ ആകാശത്തോടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അപ്പോൾ ഒന്നാമത്തെ വരവ് ലോകത്തിന് വേണ്ടിയായിരുന്നു എങ്കിൽ, ഇനി കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് ദൈവസഭയുടെ തികഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, അവരുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വരുന്നതെങ്കിൽ, ഇനി കർത്താവ് രണ്ടാമത് ഭൂമിയിൽ വരുന്നത് ഇസ്രായേലോടുള്ള ബന്ധത്തിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ആവർത്തന പുസ്തകം പറയുമ്പോൾ മേഘാരൂഢനായി വരുന്ന വരവ് അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിലാണ്. ഇനി എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ എന്ന് ആരും പ്രാർത്ഥിക്കരുത് എന്ന് ഞാൻ വിനീതത്തോടെ അപേക്ഷിക്കുന്നു. ഞാൻ പലപ്പോഴും പലരും കേൾക്കാറുണ്ട്, കർത്താവേ ഞങ്ങളെ നിങ്ങളുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ എന്നുള്ളത്. കാരണം അത് അറിയാൻ വയ്യാത്തതുകൊണ്ട്. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പക്ഷേ അറിയത്തില്ല. പക്ഷേ നമ്മളെ കർത്താവിൻ്റെ വരവ് എടുക്കപ്പെടാതിരിക്കാൻ തടസ്സമായി തീരുവത്. കാരണം നമ്മൾ പറയുന്നത് അതുപോലെ സംഭവിക്കാൻ വേണ്ടി സാധാരണ പറയും, അവൻ പറയുന്നത് കൊടുത്താമെന്ന് പറയും. അതുകൊണ്ട് അറിയത്തില്ല, പ്രാർത്ഥിക്കുന്നെങ്കിൽ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. കർത്താവ് രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അർത്ഥം അത് സത്യത്തിൽ ഒരുപക്ഷെ നമ്മളത് ഉദ്ദേശിക്കുന്നത് മധ്യാകാശ വരവായിരിക്കാം. പക്ഷെ അത് പറയുമ്പോൾ കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ എന്ന് ചേർക്കണമേ എന്നുള്ളത് ഉള്ള ആ ചിന്ത ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, മേഘാരൂഢനായി വരുമ്പോൾ ഇവിടെ ഒരു പുനരുത്ഥാനം നടക്കത്തില്ല. കർത്താവ് മേഘാരൂഢനായി വരുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കാൻ ഇടയത്തീർന്നു. അതുകൊണ്ട് അങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട്, അന്ന് കുഴപ്പമൊന്നുമില്ല, ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇത് വചനപരമായി പഠിക്കുമ്പോൾ മേഘാരൂഢനായി വരുന്നത് ഇസ്രായേലിൻ്റെ യേശുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നതെന്ന് പ്രത്യേകം. അപ്പോൾ ഇവിടെ എല്ലാവരെയും കർത്താവ് ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ലോകത്തെ ദൈവം രക്ഷിക്കാൻ വേണ്ടി വന്നു. രണ്ട്, സഭയുള്ള ബന്ധത്തിൽ അവരുടെ ശരീരത്തെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് വരുന്നു. പിന്നീട് ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്
അവൻ മേഘാരൂഢനായി വരുന്നത്. അവിടെ പറയുകയാണ്, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ വേണ്ടി മഹാപുരോഹിതന്മാർ വിസ്തരിക്കാൻ വേണ്ടി അവനെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനോട് ചോദ്യം ചോദിച്ചു, നീ വന്ധ്യനായവൻ്റെ പുത്രനാണെന്ന് ചോദിച്ചപ്പോൾ മത്തായി സുവിശേഷം 26 അധ്യായം 64 വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 62 വാക്യത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 19 വാക്യം, ലൂക്കോസ് എഴുതിയതിനകത്ത് അവൻ ഇരിക്കുന്നതായിട്ടേ പറഞ്ഞുള്ളൂ. എന്നാൽ മത്തായും മർക്കോസും രേഖപ്പെടുത്തിയതിനകത്ത് കർത്താവ് വരുന്നതിനുള്ള ബന്ധത്തെ അവിടെ പറഞ്ഞു. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. അന്ന് കർത്താവ് പറഞ്ഞത് പ്രവചനമാണ് പറഞ്ഞത്. ഇവിടെ യേശുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വരുമെന്നുള്ളതും നിങ്ങൾ ഇസ്രായേലിനോട് പറയുക, നിങ്ങൾക്കിന്ന് അറിയത്തില്ല, ഞാൻ വീണ്ടും വരും, ഞാൻ വരുന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നിങ്ങളുടെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ പ്രവചിച്ച പ്രവചനമുണ്ടല്ലോ, ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടാനുള്ളതാണ്. അതാണ് അന്നത്തെ പുരോഹിതനോട്. പക്ഷേ പുരോഹിതന്മാർക്കത് മനസ്സിലായില്ല. ഇന്നും പലർക്കും വചനം വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ അന്ന് യേശു അവിടെ 26 അധ്യായത്തിൽ അവരോട് പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്കെന്നാൽ 26 64 വാക്യം, ആണയിട്ട് ചോദിക്കുന്നു പറഞ്ഞപ്പോൾ യേശു അവരോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറഞ്ഞു. യേശു പറഞ്ഞു, ഇവിടെ കൊണ്ട് അസ്തമിക്കത്തില്ല, ഞാൻ പിതാവിൻ്റെ വലത്ത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ടിരിക്കുമെന്ന് പറഞ്ഞത് അവർക്ക് പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ഈ ന്യായപ്രമാണത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് എരിയുന്ന തീയോടുകൂടി നടന്നവനായിരുന്നു ശൗൽ. പക്ഷേ അവനത് പിന്നീടത് മനസ്സിലായി. പുരോഹിതനോട് പറയുന്നത്, പാപങ്ങൾ എബ്രാഹിം എഴുതിയപ്പോൾ ഈ ലേഖനങ്ങൾ എഴുതുവാൻ കാരണമായി തീർന്നവനത് അറിയാമായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞത്, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും, അത് പറഞ്ഞ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരിക എൻ്റെ അർത്ഥം യേശു മേഘാരൂഢനായി വരും. ആകാശമേഘങ്ങളെ വാഹനമാക്കി യേശു വരുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അന്ന് വരുന്ന ക്രിസ്തു രണ്ടാമത് വരുന്നത്, അവൻ വരുന്നത് ആകാശമേഘങ്ങളെ വാഹനമാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഇത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാകേണ്ട. ഇവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ കാണും. ഈ കാണും എന്നുള്ളത് പ്രവചനമാണ്. അതെവിടെയാണ് കാണുന്നുള്ളത് തുടർന്ന് നമ്മൾ വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ വലത്തുഭാഗത്തിരിക്കുന്ന നിങ്ങൾ കാണും എന്ന് പറയുമ്പോൾ അത് എവിടെയാണെന്നുള്ളത് സംശയം വരും. അത് കാണും എവിടെയാണെന്നുള്ളത് നമ്മൾ തുടർന്ന് പഠിക്കും. പക്ഷെ എല്ലാം കൂടി ഇപ്പോൾ പഠിപ്പിച്ചു പോയാൽ സമയം ഒരുപാട് അതിലേക്ക് പോകുന്നില്ല. ദൈവനിച്ചാൽ നമ്മളത് തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന എപ്പോഴാണ് അവർ കാണുന്നത്, അപ്പം പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്കൊരു സംശയം വേണമെങ്കിൽ പെട്ടെന്ന് ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് സംശയം ഈ പ്രവചനം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത് സംശയം ഉണ്ടെങ്കിൽ വേഗത്തിൽ ഒരു ഭാഗം ഞാൻ പോകും. അതിൻ്റെ റെഫറൻസ് എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപുത്രൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് നിങ്ങൾ ആകാശമേഖല ഭാഗനായി കാണും. നമുക്കൊരു സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് സ്വർഗം തുറന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവോടെ എഴുന്നേറ്റ് നിൽക്കുന്നതും അവർ കണ്ടു. യേശു അവിടെ നിൽക്കുന്നത് കണ്ടെന്ന് സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വെളിപ്പാട് ദിവസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അവർ സിംഹാസനിരിക്കുന്ന മുഖം കാണാതെ വന്ന് ഞങ്ങളെ മറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ അലറി നിലവിളിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തും. അപ്പോൾ അത് കാണാനുള്ള സമയം ഉണ്ടാകും. അത് നമ്മൾ തുറന്ന് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാതെ പോകത്തില്ല, നിറവേറപ്പെടുന്നതാണ്. ഇവിടെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് കർത്താവ് പറഞ്ഞത് മറ്റൊന്നുമല്ല. കർത്താവ് പറഞ്ഞത് മോശ പറഞ്ഞത്, നിങ്ങളെ പഠിപ്പിച്ചൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല. ഞാനാണ് മേഘാരൂഢനായി വരുന്നത്. ആവർത്തന പുസ്തകം 33 അധ്യായം പല ആവർത്തി വായിച്ച് പഠിച്ച് അതിൻ്റെ അകത്ത് സ്കോളറായി തീർന്ന അനേകം മഹാപുരോഹിതന്മാരാണ് അവിടെ ഇരുന്നത്. അവിടെ ഒരുപാട് പേര് അവിടെ ഇരുന്നത്. പക്ഷെ അവർക്കാർക്കും യേശു എന്ന് പറഞ്ഞ എൻ്റെ മർമ്മം മനസ്സിലായില്ല. ഇന്നും അനേക സ്കോളർമാർക്ക് ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ സത്യം മനസ്സിലാകാൻ കഴിയാതെ പോകും. അന്ന് അവിടെ ഇരുന്ന മഹാപുരോഹിതന്മാർക്ക് അത് മനസ്സിലായില്ല. യേശു പറഞ്ഞു, ഞാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. എന്നാൽ അത് മോശ പഠിപ്പിച്ചിട്ടുണ്ട്. മോശ പാടിയിട്ടുള്ള പാട്ടുണ്ടല്ലോ, യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തരമില്ല, അവനൊരു സഹായത്തിനായി മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് പറഞ്ഞെന്നാണ്. അത് നിവർത്തിയിരിക്കപ്പെടാനുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോശ പറഞ്ഞിരിക്കുന്ന പാട്ടിൻ്റെ ഭാഗമാണ് മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നുള്ളത് സെഖര്യാ പ്രവചിച്ചിരിക്കുന്ന ഭാഗമാണ്. സെഖര്യാവിൻ്റെ പ്രവചനം 12 അധ്യായം അതിൻ്റെ 10 വാക്യം. 12 അധ്യായം സെഖര്യാവിൻ്റെ പ്രവചനം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൽ നിവൃത്തിയിരിക്കപ്പെടേണ്ട ഭാഗത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മേഘാരൂഢനായി വരും,
അവൻ കുത്തിത്തുളയ്ക്കപ്പെടുമെന്നും അവനെ സകല കണ്ണും കാണുമെന്നുള്ളതും 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാൻ സാധിക്കുന്നു. അപ്പോൾ 12-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ 9 മുതൽ, അന്നാളിൽ ഞാൻ യെരൂശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാതൊരുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിയാതിനെക്കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദ് രിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമെയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ഇപ്പോൾ അവർ വിലപിക്കുന്നത്, അവർ യെരൂശലേമിൻ്റെ വിലാപമതിലിൽ പോയി തല അവർ അടിച്ചുകൊണ്ട് എല്ലാ പാവപരിഹാര ദിവസത്തിലും എല്ലാ വർഷവും അവർ പോയി വിലപിച്ച് കരയാറുണ്ട്. യെരൂശലേമിൻ്റെ ആ മഹത്വമായിരുന്ന ദേവാലയം നശിപ്പിക്കുന്നവർ നിലനിൽക്കുന്ന വിലാപമതിൽ മാത്രമേ ഉള്ളൂ. അതിൽ അവർ തല തട്ടിക്കൊണ്ട് അവർ ഇപ്പോൾ യഹൂദൻ പ്രാർത്ഥിക്കുന്നത് വിലാപമതിന്മേൽ തലയടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ദേവാലയം നശിക്കപ്പെട്ടു പോയല്ലോ. എന്നാൽ ഇന്നും യഥാർത്ഥത്തിൽ യഹൂദൻ അറിയത്തില്ല, യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആലയമായ ക്രിസ്തുയേശു പറഞ്ഞു, നിങ്ങൾ ഈ ആലയം പൊളിപ്പീൻ, ഞാനിതിനെ 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ യേശു അവനാകുന്ന ആലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പൊളിക്കപ്പെട്ടു. 3-ാം നാൾ അത് പണിയപ്പെട്ടു. അപ്പോൾ അവനെ അറിയാതെ ഇന്ന് വിലാപമതിലിൽ പോയി അവർ വിലപിക്കുന്നു. എന്നാൽ യഥാർത്ഥമായി ഇസ്രായേൽ വിലപിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ 2-ാമത്തെ വരവിലാണ്. അന്ന് മാത്രമാണ് അവർ തിരിച്ചറിയുന്നത്. അന്ന് അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുമെന്ന് അവിടെ ഈ സെഖര്യാവ് പ്രവചിച്ചപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ അത് രണ്ടായിട്ട് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, അവൻ കുത്തിത്തുളയ്ക്കപ്പെടണമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു കുത്തിത്തുളയ്ക്കപ്പെടണം. അവൻ്റെ കൈകാലുകളെ കുത്തിത്തുളച്ചിരിക്കുന്നത് 22-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ കൈകാലുകളെ, എൻ്റെ കൈകാലുകളെ കുത്തിത്തുളച്ചിരിക്കുന്നു. പ്രവചന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ നിവൃത്തിയായതെല്ലാം പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങളായിരുന്നു. അപ്പോൾ അവൻ കുത്തിത്തുളയ്ക്കപ്പെടും, അവൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെടും എന്നുള്ളത് പ്രവാചകൻ മുന്നമേ രേഖപ്പെടുത്തി വെച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും പ്രത്യേകം പറയണം, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ കോട്ടങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ എന്ന് പറയുക. അതിൻ്റെ അർത്ഥം അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2-ാമത് കർത്താവ് വരുമ്പോൾ യഥാർത്ഥമായ മഹാവിലാപമുണ്ടാകും. ഇസ്രായേൽ അവരുടേതായിട്ടുള്ള വിലാപമതിലിൽ പോയി അവർ തല ഇടിച്ചുകൊണ്ട് കരയുകയാണ്. വിലാപമതിലുള്ള കരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവർക്കിതുവരെ അവരുടെ കണ്ണ് തെളിയപ്പെട്ടിട്ടില്ല. ഇന്നുവരെ അവർക്ക് മനസ്സായിട്ടില്ല. അവരുടെ പ്രവാചകന്മാരായിരിക്കുന്ന മോശയും അതുപോലെ സെഖര്യാവും ദാവീദൊക്കെ പ്രവചിച്ച പ്രവചനങ്ങളുടെ യഥാർത്ഥമായ കാര്യങ്ങൾ പൊരുൾ തിരിച്ചറിയാൻ കഴിയാതെ ഇന്നും ഇസ്രായേൽ ഇരുട്ടിൽ തപ്പുമ്പോൾ അവർ എത്തിപ്പിടിക്കാമോ എന്ന്, അവരെ വസതി ഇരുളെന്ന് പറഞ്ഞാൽ അതല്ല, ഇരുളിൽ ജാതികളാണെങ്കിൽ അവർ എത്തിപ്പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്താൽ എത്തിപ്പിടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധ്യമാക്കി തീർത്ത ദൈവത്തിൻ്റെ സഭയാകുന്ന പുതിയ നിയമസഭയെക്കുറിച്ച് ഇതുവരെയും അവർക്ക് കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ലെന്നാൽ അവിടുന്ന് ഒരു കൂട്ടം ആൾക്കാർക്ക് ദൈവം ഇന്നും കാഴ്ചപ്പാട് കൊടുത്ത് ദൈവഭാഗത്തേക്ക് വരുന്നുണ്ട്. ജാതികളായിരിക്കും നമുക്ക് ദൈവം ഈ ഒരു കാഴ്ച തുറന്നു തന്നല്ലോ. നാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കരയുന്നവരായിട്ടല്ല, ഏതെങ്കിലും ഒരു മലയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ പോയി കരയുന്നവരായിട്ടല്ല ദൈവം നമ്മളെ തീർത്തിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തു യാഗമായി തീർന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ദിവസങ്ങളിൽ അവൻ യാഗമർപ്പിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പുരോഹിതന്മാരാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ഈ 2 പ്രവചനങ്ങളെ ഒന്നാക്കി ഒരുമിച്ച് ഒരു ക്യാപ്സ്യൂൾ പോലെ യോഹന്നാൻ രേഖപ്പെടുത്തി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ മേഘാരൂഢനായി വരുന്നു, അവനെ കുത്തിത്തുളച്ചൊരുവനെ അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ഇതേക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ, ഇതേക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ഇതൊരു വിഷയമായിട്ട് എടുക്കണമെങ്കിൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവൻ ആരാണെന്നും എങ്ങനെയാണ് കുത്തിത്തുളയ്ക്കപ്പെട്ടതെന്നുള്ളതിൻ്റെ ഭാഗമെല്ലാം നമ്മളെടുത്ത് പഠിപ്പിക്കണം. അത് ഞാനതിലേക്ക് പോകുന്നില്ല. അത് നമുക്കറിയാം. യേശു ക്രിസ്തു കുത്തിത്തുളയ്ക്കപ്പെട്ടെന്നും എങ്ങനെയാണെന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട 2 പേരുടെയും അത് യോഹന്നാൻ എഴുതി. അവൻ സാക്ഷ്യമാണ്. യേശു കുത്തിത്തുളയ്ക്കപ്പെട്ടവൻ സാക്ഷിയാണ്. അപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരിൽ വ്യത്യസ്തനായിട്ട് യോഹന്നാൻ യേശു കാൽവറിയിൽ അവൻ മരിച്ചപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോൾ
കൈകാലുകൾ ഒടിച്ചെടുക്കാൻ വേണ്ടി വന്ന, ജീവനോടെയാണ് കൈകാലുകൾ ഒടിച്ചെടുക്കാൻ വേണ്ടി വന്ന പടയാളികൾ നോക്കിയപ്പോൾ അവൻ്റെ ഇടത്തും വലത്തും കിടന്നവർ രണ്ടുപേരും ജീവനോടിരിക്കുമ്പോൾ യേശു അതിനു മുമ്പ് മരിച്ചിരുന്നു. മരിച്ചപ്പോൾ അവൻ്റെ കൈകാലുകൾ ഒടിച്ചില്ല, അവൻ്റെ കാലുകൾ ഒടിച്ചില്ല. എന്നാൽ ഒരു പടയാളി അവൻ്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് ഒരു വിലാപ്പുറത്ത് കുത്തി. അങ്ങനെ കുത്തിയെങ്കിൽ മാത്രമേ സെക്കരിയാവ് എഴുതിയ പ്രവചനം നിവൃത്തിയാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ പ്രവചനം നിവൃത്തീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് ആ പടയാളിക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയത്. കാരണം മരിച്ചു കിടക്കുന്ന ഒരുവനെ കുത്തേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത്, അവൻ കുത്തിയേ മതിയാകുള്ളൂ. എങ്കിൽ മാത്രമേ സെക്കരിയാവ് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകണം. അതുകൊണ്ടാണ് അവൻ്റെ കയ്യിലിരുന്ന ആ കുന്തം, അത് അവൻ എന്ത് ചെയ്തു? അവൻ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്. അവൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. അന്ന് ആ കുന്തം ഉണ്ടാക്കിയപ്പോൾ, അത് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ, അവൻ അവിടെ വന്നപ്പോൾ അവൻ്റെ മേൽ ഒരു നിയോഗമുണ്ടായിരുന്നു. അത് സെക്കരിയ പ്രവചിച്ച പ്രവചനത്തിലെ പ്രവചനം നിവൃത്തീകരിക്കപ്പെടാൻ വേണ്ടി ആയിരുന്നു അത് അവൻ്റെ കയ്യിൽ നിന്ന് കുന്തമുണ്ടായിരുന്നത്. അവൻ ആ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയെങ്കിൽ ആ കുത്തി തുളയ്ക്കപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ കാര്യമാണ് നിവൃത്തീകരിക്കപ്പെടാതെ വന്നു. അവൻ്റെ കൈകാലുകൾ തുളച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതങ്ങനെ ഒരു ക്രൂശീകരണം ക്രിസ്തുവിൽ ഉണ്ടാകണമെന്ന് ദൈവം മുന്നമേ കരുതിയിരുന്നതാണ്. അതനുസരിച്ചാണ് പ്രവചനം നിവൃത്തിയായി. ക്രിസ്തുവിനോട് ബന്ധത്തിൽ ദൈവവചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതോ, ദൈവസേവയെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഇസ്രായേലിനെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിൽ വള്ളിപുള്ളി പോലും മാറ്റമില്ലാതെ നിവൃത്തീകരിക്കപ്പെടും. അതുകൊണ്ട് വേദപുസ്തകം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും അതിലെ ഓരോ വചനത്തെയും എടുത്ത് ചിന്തിക്കുകയും ചെയ്യണമെന്ന് ഞാനിന്ന് രാത്രി നിങ്ങളോട് ഒരിക്കൽ കൂടി വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട പോലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, ഗ്രഹിക്കണം, ഒന്നും പഠിച്ചു തന്നിട്ടില്ല. ഈ വേദപുസ്തകം ഒരു പ്രാവശ്യം വായിച്ചെന്നോ 2 പ്രാവശ്യം വായിച്ചുകൊണ്ടോ 5 പ്രാവശ്യം വായിച്ചുകൊണ്ടോ ഒന്നുമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അത് നമുക്കത് വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളെ അത് നിവൃത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ അത് നിവൃത്തീകരിക്കപ്പെടുവാൻ വേണ്ടി അവൻ്റെ വിലാപ്പുറം കുത്തിത്തുളച്ചപ്പോൾ സെക്കരിയാവ് രേഖപ്പെടുത്തിയ വചനമാണ് അത് പൂർത്തീകരിക്കപ്പെട്ടതെന്ന് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ അവനത് സാക്ഷീകരിക്കുകയും ചെയ്തു. അത് അങ്ങനെ രേഖപ്പെടുത്തി. യോഹന്നാൻ എഴുതി 19 അധ്യായം വായിച്ചാൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കുത്തിത്തുളയ്ക്കപ്പെടുമെന്നുള്ള വചനമാണ് നിവൃത്തീകരിക്കപ്പെട്ടതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ക്രിസ്തു യേശു കുത്തിത്തുളയ്ക്കപ്പെടും, മേഘാരൂഢനായി വരുമെന്നുള്ളത് യേശു അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മേഘാരൂഢനായി വരും, ആകാശമേഘങ്ങളെ വേഗനമാക്കി വരുന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. യഹൂദ, ഇന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഞാനെന്ന് ലോകത്തിൻ്റെ ജാതികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുകയാണ്, അവിടെ രക്ഷിക്കേണ്ടി വന്നത്. പക്ഷേ നീയും രക്ഷപ്പെടണമെങ്കിൽ എന്നിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നാണ് യേശുവോട് പറഞ്ഞത്. രാത്രിയിൽ സർവ്വ ഭൂസീമാവാസികളുമായിട്ടുള്ളവർക്ക് ക്രിസ്തു മുഖാന്തരമല്ലാതെ വിടുതലില്ല. യേശുവിൽ കൂടിയല്ലാതെ വിടുതലില്ല. അത് ഇസ്രായേലാകട്ടെ, ജാതിയാകട്ടെ, യവനാകട്ടെ, ആരുമാകട്ടെ, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വിടുതൽ ആർക്കുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇസ്രായേലിന് രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അവരും അവസാനമായി രക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇത് കണ്ണും അവനെ കുത്തിത്തുളച്ചവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്, അത് സംഭവിക്കും. എപ്പോൾ സംഭവിക്കും എന്നുള്ളത് ദൈവം വെച്ചാൽ തുറന്നുള്ള വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ നീയെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയല്ല നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് തൻ്റെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോട് ചേരുവാൻ വേണ്ടി ആ ശരീരത്തിൽ മുഴുവൻ പാലിക്കുന്ന ക്രിസ്തു വെളിപ്പെടുന്ന രക്ഷിതാവായി വരുമ്പോൾ അവൾ ചേർക്കപ്പെടുവാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. യേശു മേഘാരൂഢനായി വരുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. അന്ന് അതേക്കുറിച്ച് രണ്ടാമത്തെ വരവാണ്. അന്നാണ് ഹർമ്മോദ യുദ്ധം നടക്കുന്നത്. ഇസ്രായേലിനെതിരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നാം ഇതിൻ്റെ തുറന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ആമുഖമായതുകൊണ്ട് ആമുഖത്തെ എല്ലാ വാക്യങ്ങളും എടുത്ത് ചിന്തിച്ചാൽ അവിടേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. 1-ാം അധ്യായത്തിന്, ആമുഖ അധ്യായത്തിന് 1 മുതൽ അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളുടെ പ്രവചനമാണ്, വ്യാഖ്യാനമാണ് പൂർത്തീകരിച്ചത്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രവചനങ്ങൾ ഇനിയും വേണമെങ്കിൽ ദീർഘമായിട്ട് നമുക്ക് പോകും. പക്ഷേ അങ്ങനെ പോയാൽ നമ്മുടെ പഠനം മുമ്പോട്ട് പോകാത്തതുകൊണ്ട് ഞാൻ അടുത്ത വചനത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആൽഫയും ഓമേഘയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഒരൊറ്റ സെന്റൻസ് ഒരു പാരഗ്രാഫായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാം വാക്യം, ഞാൻ ഇരിക്കുന്നവനും ഞാൻ ആൽഫയും ഒമേഘയുമാകുന്നു.
ഇത് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 8-ാം വാക്യത്തിലും ഇതേ രീതിയിലുള്ള ഒരു പ്രവചനമുണ്ട്. സ്മുർന്നയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദിനും അന്തിനുമായി അള്ളിച്ചെയ്യുന്നത്. അല്പയും ഓമയും ആദിനും അന്തിനുമായി അള്ളിച്ചെയ്യുന്നത്. അത് 21-ാം അധ്യായം 6-ാം വാക്യത്തിലും ഈ ഒരു പ്രവചനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 21-ാം അധ്യായം 6-ാം വാക്യം 21-ന്റെ 6-ൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് വയ്ക്കുന്നത്. പിന്നെ അവൻ എന്നോട് അള്ളിച്ചത് സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഓമേഗയും ആദിയും അന്തവുമാകുന്നു. അപ്പോൾ ഇവിടെയും കഥ പറയാണ്, ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ അൽഫയും ഒമേഗയുമാകുന്നു, ആദിയും അന്തനുമാകുന്നു പറയുകയാണ്. അതിൻ്റെ 22-ാം അധ്യായം ലേക്ക് വരുമ്പോൾ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് 22-ാം അധ്യായം 13-ാം വാക്യം. 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്, ഞാൻ ആൽഫയും ഓമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം തന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. തുടർന്നുള്ള ഭാഗം നാളെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ 1-ാം അധ്യായം ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. അത് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഗ്രീക്ക് ആൽഫബറ്റിൻ്റെ 1-ാമത്തെ അക്ഷരമാണ് ആൽഫ, അതിൻ്റെ അവസാനമാണ് ഒമേഗ. ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മളതോട് സമാനമായിട്ട് പറയാറുണ്ട് എ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനം എന്നാണ് അതിൻ്റെ അർത്ഥം. എ ടു ഇസഡ് എനിക്കറിയാം, ഒരു വിഷയത്തിൻ്റെ എ ടു ഇസഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആരംഭം മുതൽ അവസാനം വരെ അറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ് എ ടു ഇസഡ്. അപ്പോൾ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തയുമായി കർത്താവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ 4-ാം അധ്യായത്തിൽ വായിച്ചിരുന്ന ഭാഗം അന്ന് അത് ചിന്തിച്ചപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ എന്നുള്ളത് നിത്യനായ ദൈവത്തെക്കുറിച്ചാണെന്നും അവരുടെ നിത്യാധിപത്യത്തെ വെളിപ്പെടുത്തുന്ന അവരുടെ അനാദികാലത്തെക്കുറിച്ചുള്ള ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളവനാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വചനം വീണ്ടും ആവർത്തിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ പഠനത്തിൽ ചിന്തിക്കുന്നത്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനമാകുന്നു എന്ന് പറയാണ്. എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് വിളിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുള്ളതെന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം നിത്യനാണ് ദൈവമാണെന്ന് നമ്മൾ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു. എന്നാൽ എന്താണ് ഇവിടെ ക്രിസ്തുവേശുള്ള ബന്ധത്തിൽ യേശു തന്നെ അള്ളി ചെയ്യുകയാണ്, സർവശക്തിയുള്ള കർത്താവ് അള്ളി എന്താണ് എന്നുള്ളതാണ് ഇരിക്കുന്നു ചെന്ന് വരുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നു, അവൻ എവിടെയാണ് ഇരുന്നത്, എന്താണ് വരുന്നത് എന്നതിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് വേഗത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് കൂടെ ഇരുന്നവനാണ് ക്രിസ്തു. യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ പിതാവാം ദൈവത്തോട് കൂടെയായിരുന്നു ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ക്രിസ്തു. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ അവൻ ഏകജാതനായി വന്നു കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷത്തിൽ, അതേ സുവിശേഷത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതൻ എന്നാണ് വയ്ക്കുന്നത്. ഇപ്പം സുവിശേഷം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. എന്നാൽ അതേ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് കൂടിയായിരുന്ന വചനമായിരിക്കുന്നവൻ മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ശിശുവായി ലോകത്തിൽ ജനിച്ചപ്പോൾ അവനെ ഏകജാതനായിരിക്കുന്ന പുത്രൻ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായിട്ടാണ് ഏകജാതനായിരിക്കുന്ന പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവമായിരുന്ന പിതാവിനോട് കൂടിയിരുന്ന കർത്താവ് ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞത് അവൻ ഏകജാതനായി പിതാവിൻ്റെ മടിയിലിരിക്കുന്നവനായിരുന്നു ആയിരുന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇരുന്നവൻ എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ ആയിരുന്നു. അപ്പോൾ ഇരുന്നവൻ എന്ന് പറയുമ്പോൾ പിതാവിനോട് കൂടെ ഇരുന്നവനായിരുന്നു. അവൻ ഇരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഏകജാതനായിട്ടവൻ മടിയിലിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു ഇരിക്കുന്നത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക്. ഇപ്പോൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷമായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് കൂടി ഇരുന്നവൻ മടിയിലിരുന്ന ഏകജാതനായി ഭൂമിയിൽ വന്നു. അവൻ ഭൂമിയിൽ വന്നപ്പോൾ മടിയിലിരിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ താൻ സ്നേഹിക്കുന്നവൻ്റെ പുത്രനായിട്ട് യേശു വെളിപ്പെട്ടു. അപ്പോൾ യേശു ആരായിരുന്നു? വചനമായിരുന്നവൻ. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു.
ദൈവത്തോട് സമത്വത്തിൽ സിംഹാസനിരുന്നവനാണ്. എന്നാൽ അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ തേജസ് ഒഴിഞ്ഞു വെച്ച് അവൻ ഏകജാതനായി ഒരു മകനായി ഒരു കുഞ്ഞായി ലോകത്തിൽ വന്നപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്നവനായിട്ടാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ ഏകജാതനായി ഭൂമിയിൽ വന്നു. യോഹന്നാൻ സുവിശേഷം 1:18 അപ്പോൾ അവൻ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്, ഇപ്പോൾ യേശുക്രിസ്തു നോക്കിയിട്ട് പിതാവിനോട് കൂടിയിരുന്ന വചനമായിരുന്ന ദൈവം നമ്മെ രക്ഷിപ്പാൻ വേണ്ടി തേജസ് ഒഴിഞ്ഞു വെച്ച് ഒരു ശിശുവായി കുഞ്ഞായി വന്ന് ലോകത്തിൽ വളർന്ന് പിതാവിൻ്റെ മടിയിലിരിക്കുന്നവനാ ദൈവത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി അനുസരണമുള്ളവനായി ഏകജാതനായി ലോകത്തിൽ വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൽ ആദ്യജാതനായി, കൊലോസ്യ ലേഖനം 1:18 പറഞ്ഞിരിക്കുന്നത്, മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചതിൽ ആദ്യജാതനായി തീർന്നു. ആദ്യഫലമായ ക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അപ്പോൾ ആദിജാതന്മാരുടെ സഭയെ ചേർക്കുവാൻ വേണ്ടി യേശു ഇനി വേഗത്തിൽ മധ്യാകാശത്തിൽ വരും. അതാണ് വരുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദിജാതന്മാരുടെ സഭയുമായി ഭൂതലത്തിൽ വീണ്ടും വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, വരുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, കർത്താവ് ഇരിക്കുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ഇപ്പോൾ ആരാണ്? അവൻ ആദിജാതൻ. ഇരുന്നവൻ എന്ന് പറയുമ്പോൾ അവൻ പിതാവിൻ്റെ മടിയിലിരുന്നവനായിരുന്നു, ദൈവത്തോട് കൂടിയിരുന്നവനായിരുന്നു. ദൈവത്തിന് കൂടിയിരുന്നവൻ ഇപ്പോൾ പ്രസൻറ്റിൽ ഇരിക്കുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിരിക്കുന്നു? നമ്മുടെ തികവിലേക്ക് മണവാട്ടി സഭയിൽ ഒരുക്കിയെടുക്കാൻ വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. വരുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഭാഗമുണ്ട്. തൻ്റെ സഭയെ ചേർക്കാൻ വേണ്ടി, ആദിജാതന്മാരുടെ സഭയെ ചേർക്കാൻ വേണ്ടി യേശു വേഗത്തിൽ അവൻ ആത്മമണവാളനായി അവൻ മധ്യാകാശത്ത് വരും. അതുപോലെ തന്നെ അവൻ വരുന്നവൻ എന്നുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ ഇസ്രായേൽ രക്ഷയ്ക്കായിട്ട് രണ്ടാമത് ഭൂതലത്തിലേക്ക് വരും. അത് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1:6 അവൻ ആദിജാതന്മാരുടെ സഭയുമായി ഭൂതലത്തിൽ വീണ്ടും വരും. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, ഇപ്പോൾ അപ്പോൾ ക്രിസ്തു എവിടെയായിരുന്നവൻ? അവൻ പിതാവിനോട് കൂടിയായിരുന്നു, പരിശുദ്ധാത്മാവോട് കൂടിയായിരുന്നു. അവൻ ലോകത്തിലേക്ക് അവൻ വന്നപ്പോൾ പിതാവിൻ്റെ ഏകജാതനായി മടിയിലിരിക്കുന്നവനായിരുന്നു. മരണാനന്തരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിനു ശേഷമായി ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നവെന്ന് പറയുമ്പോൾ ഇപ്പോൾ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഇരുന്നവൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പിതാവിനോട് കൂടിയായിരുന്നു, ദൈവത്തോട് കൂടിയായിരുന്നു, ഏകജാതനായി മടിയിലിരുന്നവനാണ്. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച ആദിഫലമായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വരുന്നവൻ എന്ന് പറയുമ്പോൾ ആദിജാതന്മാരുടെ സഭയെ ചേർക്കാൻ വേണ്ടി യേശു മധ്യാകാശത്തിൽ ആത്മവളവനായി വരും. അതുപോലെ തന്നെ അവനും അവൻ്റെ സഭയും വിശുദ്ധന്മാരുമായി രണ്ടാമത് വേഗത്തിൽ വരും, മേഘാരുണായി വരും. അവിടെ പറയുന്ന ഇരിക്കുന്നവനും വരുന്നവനും. അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ ഇനി അവനിൽ നിവർത്തിയിരിക്കപ്പെടുവാനുള്ള കാര്യം കൂടിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ബന്ധത്തിലായതുകൊണ്ട് അതിനെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ പിതാവിനോട് കൂടി ഇരുന്നാണ്, പുത്രനോട് കൂടി ഇരുന്നാണ് പരിശുദ്ധാത്മാവാൻ ദൈവം. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവും പുത്രനും എന്നാൽ പിതാവിനോടും പുത്രനോടും കൂടി ഇരുന്നവനായ പരിശുദ്ധാത്മാവാൻ ദൈവം ഇപ്പോൾ ഭൂമിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നവെന്ന് പറയുമ്പോൾ പിതാവാൻ ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു. ഇരുന്നവനായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഭൂമിയിലായിരിക്കുന്നു. വരുന്നവനെന്ന് പറയുമ്പോൾ പുത്രനാൻ ദൈവം ഭൂമിയിലേക്ക് വരും. ഇതാണ് ഇനി പ്രവചനാത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിതാവാൻ ദൈവം എന്നേക്കും ഇരിക്കുന്നവനാണ്. അവനോടുകൂടിയാണ് പുത്രനും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ യേശു ഏകജാതനായി ഭൂമിയിലേക്ക് വന്നു, പിതാവിൻ്റെ മടിയിലിരുന്നു. മരണപുനരുത്ഥാനത്തിൽ യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഇപ്പോൾ ഇരുന്നവനായിരുന്നവൻ ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നു. അവൻ മണവാട്ടി സഭ ഒരുക്കി കഴിയുമ്പോൾ വരുന്നവനായിരിക്കുന്ന ക്രിസ്തു സഭയുമായി പരിശുദ്ധാത്മാവുമായി വീണ്ടും ഒരുമിച്ച് പിതാവിനോടുകൂടി ഇരിക്കും എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ശേഷമായി യേശു ക്രിസ്തുവും മണവാട്ടി സഭയും ഭൂമിയിലേക്ക് വരും. അവനോടുകൂടെ വരുന്ന വിശുദ്ധന്മാരും വരും. അതുകൊണ്ടാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനെന്ന് പറയുമ്പോൾ ഇങ്ങനെ പല ആംഗിളിൽ പല കോണുകളിൽ നിന്ന് നമുക്ക് ഈ വചനത്തെ ചിന്തിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ എവിടെയായിരുന്നത്? അവൻ പിതാവിനോട് കൂടി ഇരുന്നവനായിരുന്നു.
അവൻ ഇരിക്കുന്നവനായിരുന്നു. അവൻ ഏകജാതനായി മടിയിലിരുന്നവനായിരുന്നു. അതുപോലെ തന്നെ അവൻ വീണ്ടും വരുന്നത് നമ്മെ ചേർക്കുവാൻ വേണ്ടി വേഗത്തിൽ വരുന്നു. രാത്രി കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുവെച്ചാൽ നാളെ അഥവാ ഓഗസ്റ്റ് മാസം 27-ാം തീയതി നാളെ നമ്മുടെ ക്ലാസ്സിൽ തുടർന്നായിരിക്കും. ഇന്ന് വെളിപ്പാട് 1-ാം അധ്യായം അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ച് ചിന്തിപ്പാനിടയായി തീർന്നത്. ഇതിൽ നിന്ന് നമുക്കിന്ന് രാത്രിയിൽ മനസ്സിലാകേണ്ടത് നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് അവൻ ലോകത്തിൽ വന്നു. അതവൻ്റെ ഒന്നാമത്തെ വരവായിരുന്നു. അവൻ ഏകജാതനായി ലോകത്തിൽ വന്ന് ലോകരക്ഷിതാവ് വന്നു. അവൻ മധ്യാകാശത്തിൽ വരുവാൻ പോകുന്നു. അവനിപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എന്നാൽ അധികം താമസിയാതെ തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി അവരുടെ ശരീരത്തിന് വെടിവെപ്പിന് വേണ്ടി യേശു രക്ഷിതാവായി വേഗത്തിൽ വരുമ്പോൾ അത് രഹസ്യവരവായിരിക്കും. അന്ന് ആരും അറിയത്തില്ല, അന്ന് മറ്റാരും അറിയത്തില്ല, അത് രഹസ്യവരവാണ്. അത് അവന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമേ ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് അവനോട് കൂടെ എടുക്കപ്പെടുവാൻ ഇടയാത്തിരിക്കുകയുള്ളൂ. അതിനുവേണ്ടി യേശു വരുവാൻ സമയമായി. അതിൽ തുടർന്നുള്ള സമയങ്ങൾ ഈ കഴിഞ്ഞ ശേഷമായി യേശുവിൻ്റെ രക്ഷയ്ക്കായിട്ട് അവൻ മയഹാരുടനായി വേഗത്തിൽ അവൻ വരുന്നത് ദൈവസഭയുമായിട്ട് ഭൂതലത്തിലേക്ക് ആദിജാതന്മാരുടെ സഭയെ ആദിജാതനായിരിക്കുന്ന ക്രിസ്തു അവൻ കൊണ്ടുവരും. ഭൂതലത്തിലേക്ക് വീണ്ടും വരും. ഇന്ന് നാം ഈ വസിക്കുന്ന ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. അതിനുശേഷം അവനോട് കൂടെ ഈ ഭൂമിയിൽ അവനോടുകൂടെ വാഴുവാൻ വേണ്ടി വീണ്ടും വരും. അതാണ് ഇവിടെ പറയുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവിക പ്രത്യാശയ്ക്ക് എൻ്റെ രാത്രി സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ അടയ്ക്കാം. ദൈവത്തോടെ കർത്താവെ, ദൈവത്തിൻ്റെ വചനത്തിലൊന്നും മാറ്റമില്ലാത്തതാണ്. കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിവൃത്തിയിരിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും കർത്താവെ, ദിവസങ്ങളിൽ അത് ഞങ്ങൾക്കത് മനസ്സിലാക്കി തരണമേ. സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തെക്കുറിച്ച് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുമ്പോൾ കർത്താവിന് സമയം അടുത്തിരിക്കുന്നു. രാത്രിയിൽ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ അത് ഇന്ന് രാത്രിയിലാണ് ആ സമയം അടുത്തിരിക്കുന്നത്. കാകളം ധനിക്കുന്നെങ്കിൽ നാളെ നമുക്ക് ക്ലാസ് കാണത്തില്ല. നാം എല്ലാവരും ഒന്നിച്ചെടുക്കപ്പെടണം. നമ്മുടെ കർത്താവിൻ്റെ ആ വരവുകൾ എടുക്കപ്പെടുവാനേ എത്തണം. ഒന്നാമത് വന്നത് നമ്മുടെ പാപം പോക്കുവാൻ വേണ്ടിയാണ്. ലോകരക്ഷകനായിട്ടാണ് യേശു വന്നത്. എന്നാൽ യേശു രണ്ടാമത് മേഘാരൂഢനായി വരുന്നത് ഇസ്രായേൽ രക്ഷിക്കേണ്ടി വരുന്നു. അന്ന് അവൻ വന്ന് സകല ജാതികളെ അധർമ്മങ്ങളെയും നീക്കി അവൻ സകല ദുഷ്ടന്മാരെയും നീക്കിയിട്ട് തൻ്റെ രാജ്യം ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി യേശു വരും. യഥാർത്ഥമായ ദൈവരാജ്യം ക്രിസ്തു യേശു മുഖാന്തരമായി സ്ഥാപിക്കപ്പെടും. അവൻ്റെ രാജ്യം നിത്യരാജ്യത്വമാണ്. രാജ്യം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി യേശു വരും. അതിനു മുമ്പായി തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കും. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ എഴുതിപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളെ വായിച്ച് വ്യാഖ്യാനിക്കുവാനും മനസ്സിലാകാനും കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് വേഗത്തിൽ വരുന്നതുകൊണ്ട് കരമേർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവത്തെ പരിശ്രമമായി സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളെ ദൈവം വെച്ചാൽ നാളെ കർത്താവ് വരാൻ താമസിച്ചാൽ ചിന്തിക്കുന്നതായിരിക്കും. രാത്രിയിൽ ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ വരവിന്ന് രാത്രിയിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെ, താഴ്ചയുള്ള ശരീരത്തെ അങ്ങയുടെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ യേശു വരും എന്നുള്ള വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യാം. അതിനുവേണ്ടി കാത്തിരിക്കാം. കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ പരിശുദ്ധമായി തുണ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സുകൾക്ക് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.